ഇപ്പോൾ നമ്മുടെ വി പി സാനു എസ് എഫ് ഐയുടെ അജിംഷാദ്, ഇപ്പോൾ വി പി സാനു എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, സ്വരാജിന്റെ പിൻഗാമി കൂടി എസ് എഫ് ഐയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാനു, എങ്ങനെയാണ് കേരളത്തിന്റെ യൂത്തിന്റെ ഒരു ആവേശമാണ് എം സ്വരാജ്, ഇവിടെ നിലമ്പൂരിലേക്ക് അധികം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ എങ്ങനെയാണ് യുവജന വിദ്യാർത്ഥി പ്രവർത്തകരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്? യുവജന വിദ്യാർത്ഥി എന്നുള്ളതല്ല, നിലമ്പൂർ ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ്, നിലമ്പൂരുകാരനാണ്. നിലമ്പൂരുകാരൻ നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള, നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ മുഖമായി മാറിയ എസ് എഫ് ഐയിലൂടെ DYFയിലൂടെ ഒക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയ, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി വന്നിട്ടുള്ള, അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ആ മണ്ണിൽ സഖാവ് സ്വരാജ് വീണ്ടും വരുന്നു എന്നുള്ളത് മാത്രമല്ല, വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ ഒരു ഭയവുമില്ലാതെ പ്രഖ്യാപിക്കുന്ന യുവതലമുറക്ക് പൊതുവിൽ സഖാവ് സ്വരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എതിരാളികളായിട്ടുള്ള ആളുകൾക്ക് പോലും, ഇപ്പോൾ വർഗീയതക്കെതിരായി അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ എതിരാളികളായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ പോലും വലിയ രൂപത്തിൽ സ്വാഗതം ചെയ്യുകയും അവരൊക്കെ ഒരുപാട് ആരാധകർ സഖാവ് എം സ്വരാജിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ വിഭാഗം ആളുകളിലും ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് സഖാവ് സ്വരാജിന്റെ പ്രത്യേകത. തീർച്ചയായും സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ ഈ മണ്ഡലം ഇടതുപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും.